ജീവനാളം നീട്ടി തുറക്കുന്നു ജീവദൂതരടി നിരക്കുന്നു ജീവനാളം നീട്ടി തുറക്കുന്നു ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പ്രേക്ഷിത മധ്യസ്ഥനായവനേ ഞങ്ങൾ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്ഭുതകരമായ ഫലങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ സുഗന്ധങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഈ നൊവേനയെ തിരുനാളുമൊക്കെ നടത്തുന്നവരെ അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവക സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഒരുക്കമായി ഞങ്ങൾ വെച്ചിരിക്കുന്ന വിശുദ്ധന്റെ രൂപത്തെ ആശീർവദിക്കണമേ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കേന്നും പ്രേക്ഷിത മധ്യസ്ഥനായവനേ ഞങ്ങൾ തന്നെ ലോകം മുഴുവൻ നേടിയാലും ആത്മനാശം വന്നാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും ആത്മനാശം വന്നാലെന്തു ഫലം? ആത്മരക്ഷയ്ക്കായി ലോകസുഖങ്ങൾ സർവം ത്യജിച്ചു നീ മാതൃകയായി. ആത്മരക്ഷയ്ക്കായി ലോകസുഖങ്ങൾ സർവം ത്യജിച്ചു നീ മാതൃകയായി. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പ്രേക്ഷിത മധ്യസ്ഥനായവനേ ഞങ്ങൾ തന്നെ
ജീവിതസാരത്തിൻ പ്രിയയാത്രികരെ ജീവിതത്തിൻ വലതുവശത്തിൽ വലയെറിയാൻ നീ തെന്നഴിയാകെ അർപ്പിക്കാം. ജീവിതത്തിൻ വലതുവശത്തിൽ വലയെറിയാൻ നീ തെന്നഴിയാകെ ജീവിതസാരത്തിൻ പ്രിയയാത്രികരെ ഈശോയുടെ സ്നേഹത്തിലൂടെ നമ്മുടെ തിരുനാളിൻ്റെ വേസ്പര ദിനമാണ് ഇന്ന്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം, വിശുദ്ധ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം. ഇന്നുകൂടിയാണ് നമ്മൾ നൊവേന ചൊല്ലുന്നത്. നൊവേനയ്ക്ക് നിയോഗങ്ങൾ നൽകിയിരിക്കുന്നവരെല്ലാവരുമാണ് വർഗീസ് കൈരിക്കരയും കുടുംബവും, മോജ ആൻ്റണി ഓടനാട്, സിബി ജോൺ നെടുമ്പറമ്പിൽ, ഡെൽവിൻ തോമസ് പോട്ടക്കേരി, ജിതിൻ ആൻഡ് സിബി അഞ്ചേരുവിളി, നിഷിത ഹെൻറി അറ്റിപ്പുഴയിൽ, ജെ തോമസ് നെടുമ്പറമ്പിൽ, റോയി തൈക്കൂട്ടത്തിൽ, കുര്യൻ പുതുശ്ശേരി തിരുവനന്തപുരം, സേവർ പി ടി പുലികണ്ണം തുരത്ത്, ജോവന ആൻഡ് ജെറമിയ മാർട്ടിൻ, ആൻ്റണി കൊടിയതറ എന്നിവരാണ്. ഇവരെല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഇത് ബലിയർപ്പിക്കാനായിട്ട് തിരിക്കുന്ന വിപിനച്ചനെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. കരങ്ങളടിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Shavi,
സർവേശ്വരം സ്തുതിക്കുന്നു. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം ഞങ്ങൾ പരീക്ഷയിലും ദുഷ്ടാരൂപി നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണം. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സംഭുജമായ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതി ബഹുമാനവും ഹൃദയം ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ, കർത്താവേ മഹാരാജാവേ, പാടുന്നേ പുകഴുന്നു സർവ്വേശ്വരനെ തിരുനാമം വാഴ്ത്തിയിടും ഞങ്ങൾ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളവന്നാൽ കരുണ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നൽകുന്നത് മുടിച്ചൂർ നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അന്ന് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്ന പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനും നിന്നെ വഴങ്ങി നമിക്കുന്നു. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവിതത്തെ പരിപാലിക്കുന്നവരുമാക്കുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ, പാടിടുവിൻ. വിശുദ്ധരിൽ സമൃദ്ധരാമസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും മനോഹരമർത്തനായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തരിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും
നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സത്യവചനം തിരുവചനം മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്ത് വിളിച്ചു 2 പേര് വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവർ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കുക, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തൊരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടു പോകുന്നവരെ ആ വീട്ടിൽ താമസിക്കുക. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രമിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടുന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൻ്റെ പൊടി തട്ടിക്കളയും. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചികളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വീട്ടിലച്ഛ, ബഹുമാനപ്പെട്ട വർഗീസ് മുന്നേരിയച്ഛ, സ്നേഹം നിറഞ്ഞ വല്യാറ ഇടക്കാംഗങ്ങളെ, ഏവർക്കും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥത്തിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ ശിഷ്യന്മാരെ 2 പേരായിട്ട് അയക്കുകയാണ്. അവർ പോയി സുവിശേഷം പ്രസംഗിക്കുക. അയക്കുന്നതിന് മുമ്പേ തൻ്റെ കൂടെ ഈ ശിഷ്യന്മാരെ നടത്തി ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ ശിശുത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ.
ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട നിലപാടെന്താണ്? ഒരു ശിഷ്യൻ എന്തിനാണ് ആത്മസംതൃപ്തി കണ്ടെത്തേണ്ടത്? ഇതൊക്കെ തൻ്റെ യാത്രയിൽ ഈശോയെ പഠിപ്പിക്കുന്നുണ്ട്. അത് പിന്നീട് ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ സുവിശേഷ പ്രസംഗ ശൈലി വിശുദ്ധർ, നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ ഉൾപ്പെടെയുള്ള വിശുദ്ധർ അനുകരിക്കുന്നുണ്ട്. 24-ാം വയസ്സിൽ പാരീസ് സർവകലാശാലയിൽ തത്വശാസ്ത്ര പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മനസ്സിലേക്ക് ഇഗ്നേഷ്യസ് ലയോള ഒരു ചോദ്യം അറിയുക. ഈ ലോകം മുഴുവൻ നേടിയാൽ തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഈ ലോകത്തിൻ്റെതായ ജീവിതങ്ങൾ, ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ഏതാണ് വലുത്? നീ ചിന്തിക്കുക. ഇതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മുമ്പിൽ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യം. നമ്മുടെ മുമ്പിലും കർത്താവ് ഉയർത്തുന്ന ചോദ്യം ഇതാണ്: ഏതാണ് വലുത്? ആത്മാവിൻ്റെ താല്പര്യങ്ങളോ ശരീരത്തിൻ്റെ താല്പര്യങ്ങളോ? നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? ഞാനിതിനു മുമ്പിൽ നിലവികയിൽ, പാറപ്പുറം എന്ന് പറഞ്ഞ നിലവികയിൽ ഒരു ഡേവീസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ആ ചേട്ടൻ രാവിലെ 6:15 വിശുദ്ധ കുർബാനയ്ക്ക് വന്നു. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വിൻസെൻ്റ് പോളിൻ്റെ മീറ്റിങ്ങിന് കൂടി. അതിനുശേഷം 9:15 യുവജനങ്ങൾക്ക് ഒരു സെമിനാറും അവർക്കുള്ള വിശുദ്ധ കുർബാനയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് യുവജനങ്ങൾ വിശുദ്ധ കുർബാനയുടെ സമയമായപ്പോഴും അവർക്കുള്ള റിഫ്രഷ്മെൻറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി തീർന്നില്ല. ഞാൻ അവരോടെല്ലാം കുർബാനയ്ക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഈ ചേട്ടൻ വന്ന് ഇക്കാര്യങ്ങളിലൊക്കെ സഹായിച്ചു. അവർക്കുള്ള വെള്ളമൊരുക്കി, അവർക്കുള്ള ഭക്ഷണമൊരുക്കി. അവിടെ പള്ളിയിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു പിരിവിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന കൈക്കാരന്മാരോട് ചേർന്ന് അവിടെ ഓഫീസിലിരിക്കുന്നത് കണ്ടു. ഞാൻ കാറ്റഗസൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഇവരെ കൈക്കാരന്മാരുടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 2-2:30 മണിയോടുകൂടി പുള്ളിക്കാരൻ പോയി. 3 മണിക്ക് കുടുംബ യൂണിറ്റ് മീറ്റിംഗാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പുള്ളി പ്രസിഡൻ്റാണ്. പുള്ളി അവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല. ഉച്ചഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, വിശക്കുന്നില്ലേ? ഇല്ല, വിശക്കുന്നില്ല. എന്തായിരിക്കും ആ മനുഷ്യൻ വിശക്കാത്തത്? ആ മനുഷ്യൻ ദേവാലയത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചപ്പോൾ ലഭിച്ച ആത്മസംതൃപ്തിയാണ് ആ മനുഷ്യൻ്റെ ശാരീരികമായ വിശപ്പിന് ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ള വിശപ്പ് ശമിപ്പിച്ചപ്പോൾ ശാരീരികമായ വിശപ്പ് മറന്നുപോയതാണ് ആ മനുഷ്യൻ്റെ വലിയ വിജയം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില നിമിഷങ്ങളിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന് പിന്നാലെ ഉറക്കമിളച്ച് ഭക്ഷണം ഇല്ലാതെ നമ്മൾ ഓടി നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തി. ഈശോ ശിഷ്യരോടുകൂടെ സമരിയായിലൂടെ കടന്നു പോകുമ്പോൾ, ആ സമരിയായുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ, സമരിയ യാക്കോബിന്റെ കിണറിന്റെ പക്കത്ത് നിൽക്കുമ്പോൾ ഈശോ ക്ഷീണിതനായി അവിടെ വിശ്രമിക്കുക. ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അവരൊരുങ്ങാനായിട്ട് പോയപ്പോൾ ഈശോയുടെ അടുത്തേക്ക് ആ കിണറ്റിൻകരയിലേക്ക് ഒരു സമരിയാക്കാരി സ്ത്രീ വന്നു. അവർ തമ്മിൽ സംഭാഷിക്കുകയാണ്. ആ സംഭാഷണത്തിന് ശേഷം കുടം അവിടെ വെച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ വലിയ കാര്യത്തിൽ ഇടപെട്ട ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് അവൾ ഗ്രാമത്തിലേക്ക് പോയി. ശിഷ്യന്മാർ തിരിച്ചു വന്ന്
ഭക്ഷണം കൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റബ്ബി ഭക്ഷണം കഴിച്ചാൽ, ഗുരു ഭക്ഷണം കഴിച്ചാൽ. ഈശോ പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ പിതാവ് എന്നെ അയച്ചത് ഈ മനുഷ്യ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ മനുഷ്യാത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഞാനിതാ ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിനെ ഞാൻ വീണ്ടെടുത്തു. അവളിലൂടെ ഒരു ഗ്രാമം മുഴുവൻ ഇതാ പുറപ്പെട്ടു വരികയാണ്. വിളവെടുപ്പിന് സമയമായി. ഇതാ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ ഭക്ഷണം. ആത്മാക്കളെ നേടുന്നതാണ്, ദൈവവുമായിട്ട് ആത്മാക്കളെ അനുരഞ്ജനപ്പെടുത്തുന്നതാണ്. എൻ്റെ പിതാവിന്റെ ജോലി പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണമെന്ന് ഈശോ പറയുകയാണ്. ഈ ഒരു ചോദ്യം ഫ്രാൻസിസ് സേവ്യറിന്റെ മുമ്പിൽ ആത്മാവിന്റെ സംതൃപ്തി നേടണമോ, ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കണോ, അതോ എൻ്റെ ശരീരത്തിന്റെയും എൻ്റെ മനസ്സിന്റെയും ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കണോ? ഇതാണ് വലിയ ചോദ്യം. ഫ്രാൻസിസ് സേവ്യറിന്റെ മുമ്പിൽ വലിയ ബിരുദങ്ങൾ നേടി, അതിനും അപ്പുറത്ത് പാരീസ് സർവകലാശാലയിലെ പ്രശസ്തനായ പ്രൊഫസറായി, ലോകം മുഴുവനും അറിയപ്പെടുന്ന തത്വശാസ്ത്ര അധ്യാപകനായി അറിയപ്പെടാനും പേരെടുക്കുവാനും ഒക്കെയുള്ള എല്ലാ അഭിവാഞ്ഛകളും ആഗ്രഹങ്ങളും ഉണ്ടായിട്ട് അതിന്റെ മുമ്പിൽ ഒരു ചോദ്യമുയർന്നപ്പോൾ, ഏതാണ് വലുത് എന്നുള്ള ചോദ്യമുയർന്നപ്പോൾ, ഏതാണ് പ്രധാനപ്പെട്ടതെന്ന ചോദ്യമുയർന്നപ്പോൾ അവൻ തീരുമാനിച്ചു, എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം നീ എടുത്തുകൊള്ളുക. ഫ്രാൻസിസിന്റെ വലിയ പ്രശസ്തമായ വാക്യമാണ്. നമുക്ക് വലിയ പാട്ടായിട്ട് നമ്മളത് പാടുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം നീ എടുത്തുകൊള്ളുക. പൗലോസിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ ഹെബ്രായനും ഫരിസേയരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ, നിയമം അരച്ചുകളിലേക്ക് പഠിച്ചവൻ, ഞാൻ പരിചരണം ചെയ്യപ്പെട്ടവൻ, എല്ലാത്തിലും എനിക്ക് മുൻപന്തിയിൽ സ്ഥാനമുണ്ടെങ്കിലും അവയെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി, യേശു ക്രിസ്തുവിനെ പ്രതി ഉച്ചിഷ്ടം പോലെ കണക്കാക്കി എന്ന ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് 3-ാം അധ്യായത്തിൽ എഴുതി വയ്ക്കുമ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കണക്കാക്കി, മറ്റെല്ലാം ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കി. എനിക്ക് ലാഭമാകാമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി. പക്ഷെ അങ്ങനെ നഷ്ടപ്പെടുത്തിയപ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. കർത്താവിന്റെ വചനമാണ്. ഈ ലോകത്തിലെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഫ്രാൻസിസ് സേവ്യർ ഈ ലോകത്തില് തന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പരലോകത്തിലേക്ക് തന്റെ നിത്യജീവൻ കണ്ടെത്തിയ വ്യക്തിയാണ്. ഈ ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഒരു വെല്ലുവിളിയുമായിട്ടാണ്. ഈശോ പറയും, അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനം തന്റെ പിന്നാലെ വരുമ്പോൾ ഈശോയോട് പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. എന്നാണ് നമുക്ക് ഈ ആത്മാവിന്റെ ദാഹം അനുഭവപ്പെടുക. ചിലപ്പോഴൊക്കെ നമുക്ക് ഇന്ന് ആത്മാവിന്റെ ദാഹം നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയും, ചില യുവജനങ്ങൾ പറയും, പള്ളിയിൽ പോകാനൊരു താല്പര്യവുമില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, മനസ്സ് മടുത്തു പോകുന്നു, നിരാശപ്പെട്ടു പോകുന്നു, ഞാൻ നിശ്ചയിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മീയമായിട്ടൊരു വിശപ്പില്ല, ഒരു തോന്നലില്ല പള്ളിയിൽ പോകണമെന്നൊക്കെ. എന്തുകൊണ്ടായിരിക്കാം ഈ ആത്മീയ ദാഹം നമുക്ക് അനുഭവപ്പെടാതെ പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, ശാരീരികമായിട്ടുള്ള ഒരു വിശപ്പുണ്ട്. ആ ശാരീരികമായിട്ടുള്ള വിശപ്പ് നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ എപ്പോഴാണ്? നമുക്ക് ദഹനക്കേട് പിടിക്കുമ്പോഴാണ്. എന്തൊക്കെയോ ശരീരത്തിന് വയറിന് ചേരാത്തത് കഴിച്ചിട്ട് ആ കഴിച്ച സാധനങ്ങൾ വയറ്റിൽ കിടന്ന് ദഹനക്കേട് പിടിച്ച് കല്ലിച്ച അവസ്ഥ വരുമ്പോൾ, കാഠിന്യം നിറഞ്ഞ അവസ്ഥ വരുമ്പോൾ ദഹനക്കേട് പിടിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വിശപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മരുന്ന് മേടിക്കാൻ പോകും, ആശുപത്രിയിൽ പോകും, ഡോക്ടറെ കാണും, മരുന്ന് മേടിക്കും, മരുന്ന് കഴിക്കും, ദഹനക്കേട് മാറ്റും, എന്നിട്ട് വീണ്ടും സാധാരണ പോലെ ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ആത്മീയമായ ദഹനക്കേട് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യാത്മാവിന് ചേരാത്ത കാര്യങ്ങളും മനുഷ്യ ഹൃദയത്തിന് ചേരാത്ത കാര്യങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുമ്പോൾ ഇവിടെ ദഹനക്കേടുണ്ടാകും.
ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന് ചേരാത്ത, ആത്മാവിന് ചേരാത്ത തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക്, തലച്ചോറിലേക്ക്, ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് കളങ്കമായിട്ട് കുത്തി നിറയ്ക്കുമ്പോൾ അവിടെ ആത്മാവിനെ ദഹനക്കേട് സംഭവിക്കുക. ചികിത്സ കൂടി 1985 ദിവംഗതനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറു സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു ദമ്പതികളാണ് ഒരുമിച്ച് പാപ്പായ്ക്ക് സ്വാഗതം പറഞ്ഞത്. നമുക്കറിയാം 1985-90 കാലഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്ക കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയാണ്. പട്ടിണിയും പരിവട്ടവുമാണ്. അങ്ങനെ കടന്നു പോകുന്ന നിമിഷത്തിൽ ഈ ദമ്പതികൾ മാപ്പാപ്പയ്ക്ക് സ്വാഗതം ആശംസിച്ചപ്പോൾ അവർ പറഞ്ഞു, പിതാവേ, ഞങ്ങളുടെ വിശപ്പ് അങ്ങ് കാണണമേ, ഞങ്ങളുടെ വിശപ്പ് ശമിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. തൻ്റെ മറുപടി പ്രസംഗത്തിന് മാപ്പാപ്പ പറഞ്ഞു, നിങ്ങളുടെ ശാരീരികമായ വിശപ്പ് ദൈവം ശമിപ്പിക്കട്ടെ, അതിനുള്ള വഴികൾ തുറന്നു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീയമായ വിശപ്പ് ഒരിക്കലും കെട്ടുപോകാതിരിക്കട്ടെ. എന്നും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന, എന്നും ദൈവത്തിന് വേണ്ടി വിശക്കുന്ന മനുഷ്യനായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളങ്ങനെ ദാഹിക്കുമ്പോൾ, വിശക്കുമ്പോൾ ഈശോ പറയും, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിലേക്ക് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും, ആത്മാവിൻ്റെ അരുവികൾ ഒഴുകും. ആത്മാവിൻ്റെ അരുവികൾ ഒഴുകുന്നത് നിയന്ത്രിക്കുന്നതാണ്. സമരിയാക്കാരി സ്ത്രീയോടും പറയുന്നുണ്ട്, ഈ ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്നത് ജലം കുടിച്ചാൽ നിനക്ക് സംതൃപ്തി ലഭിക്കും. നീ 5 ഭർത്താക്കന്മാരിലെ സംതൃപ്തി തേടിയവനാണ്, ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങളിൽ നീ സംതൃപ്തി തേടിയവനാണ്. പക്ഷേ നിനക്കത് സംതൃപ്തിയായിട്ട് ഭവിച്ചില്ല. സംതൃപ്തി അന്വേഷിച്ചു പോയിട്ട് സംതൃപ്തിയാവാതെ നീ വീണ്ടും ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തിരുത്തുകയാണ് ഈശോ. നമ്മുടെ ലോകത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളിലാണ് സംതൃപ്തി തരുക? നമ്മുടെ ലോകത്തിൻ്റെതായ ഏതൊക്കെ കാര്യങ്ങളിലാണ് അഭിലാഷങ്ങൾ വെച്ചിരിക്കുക? വിശുദ്ധ ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുകയാണ്, നീ ലോകം മുഴുവൻ നേടിയാണ് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? നമ്മുടെ ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട്, നമ്മുടെ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശുദ്ധ ഫ്രാൻസിസിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇത്തിരി നാൾ നമുക്ക് ആഘോഷിക്കാം. ഈ വലിയ വെല്ലുവിളി ഏറ്റെടുക്കാം. ആത്മാവിൻ്റെ ദാഹവും വിശപ്പും അനുഭവിച്ച് ആ ആത്മാവിൻ്റെ ദാഹത്തിന് കർത്താവിൽ നിന്ന് കുടിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിന്റെ മധ്യസ്ഥയിക്കൊണ്ട് നമുക്ക് വിശുദ്ധ ബലി പുനർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കാകും സന്തോഷം പ്രതീക്ഷയോടെ കർത്താവായ മിശിഹായെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. അതിന്റെ പാപം മൂലം അനുമതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചന രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ വാഗ്ദാന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യോദരമരെ ഞങ്ങളുടെ നിത്യപുരോഹിതരായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവരും അധ്യക്ഷനുമായ മാർ ജോർജ് ആന്റണി ശ്രേഷ്ഠതായും ആന്തരികലിമത്താനെയും മറ്റെല്ലാ മെത്തങ്ങളെയും ആത്മീയ നന്മകൾ നൽകിയും ചെയ്യുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെയും സഹോദരങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുശേഷ ദീപ്തിയാൽ പ്രകാശിപ്പിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യോദരമരെയും മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യസ്നേഹവേദനയാൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. നമുക്കാകും നമ്മേടത്തിനെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയവും പ്രാർത്ഥിക്കുന്നവരുടെ കൃപാവനം ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ വഴി വർഷിക്കണമേ. ഞങ്ങളുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്തിനെത്താൻ തെരഞ്ഞെടുത്ത അങ്ങയുടെ അചരണമായ ജനം മുഴുവനെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നാഥനായ ദൈവത്തിന്റെ കൃപാസനം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകളിൽ കളയട്ടെ. നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ. കാഴ്ചവെപ്പിനുള്ളവര് കവറുമായിട്ട് പുറകോട്ട് നിൽക്കുക. മച്ചൻ പിടിച്ചിരിക്കുന്ന പാത്രത്തിൽ നമ്മുടെ കാഴ്ചവെപ്പ് കൊണ്ടുവന്ന് എടുക്കുക. ബലിപീഠത്തിൽ ഒരുങ്ങിയിരിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കാറുള്ളതെന്ന് ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ വലിയ പ്രാർത്ഥനകളും ഈ ബലിവസ്തുക്കളോടൊപ്പം ചേർത്ത് വയ്ക്കുക. ഒപ്പം ഉള്ളിലെ ചെറിയ സങ്കടങ്ങളൊക്കെ നല്ലതൊക്കെ അതിജീവനത്തിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാറ്റങ്ങൾക്കും കൂടുതൽ വിശുദ്ധീകരണത്തിനും കാലഘട്ടം കാരണമാക്കിയിട്ട് ഉള്ളതുമൊക്കെ സമർപ്പിക്കുമ്പോൾ നല്ലതൊക്കെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെയാണ്. വ്യക്തിപരമായ നിയമങ്ങളുണ്ട്, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു ജീവിതങ്ങളങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാദരമോ പീഡാ എല്ലാവരും
ശരണം തേടുന്നു സൃഷ്ടി ചെയ്ത ദൈവമേ സർവ്വപാലനാ സർവശക്തനാഥനായ ദൈവമേ വിശ്വസിക്കുമത്യരാം ഞങ്ങളങ്ങയെ സർവസൃഷ്ടിജാലം ദൈവമാ സൃഷ്ടിയല്ല പുത്രനാദേശുദേവൻ ലോക സൃഷ്ടി പൂർത്തിയായ നൽകുവാൻ പാവനാത്മനായി മധ്യരൂപമാർഗേ കന്യകാത്മജൻ പിന്നേറ്റവൻ കൃഷിവേറെ മൂന്നമാളിനുള്ളിൽ സത്യദേവസൂരി മണ്ണിലുത്തിരൻ മഹത്വയോടെ നിത്യപിതാവി വലതുഭാഗമാകുവാണു മഹിരതാതി ഒടുവിയു നീ മഹിയിൽ തന്നു തിരിയുവാൻ സകലരും ശ്രമിക്കുമന്യവിധീതരാ നിന്ന പോലെ ജീവനീടുന്ന പവിത പാവനങ്ങളിൽ വിശ്വസിക്കു ധന്യമാണു പാവനം സദാ സൈനിക പ്രഭാവമാതു സാർവജനീകം പാവമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റുചൊല്ലുന്നു സാഗരം ഞങ്ങളെ വരും മത്തിമുക്തിയാമുയർത്തുടി ശിവനും ഏറ്റുചൊല്ലും പൂർണ്ണമായി ഞങ്ങളെ വരും സർവശക്തനാഥനാകും ഏകദൈവമേ വിശ്വസിക്കുമർദ്ദനാം ഞങ്ങളങ്ങയെ കർത്താവേ ആശ്രദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വെളിപ്പെടുത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീക്ഷണങ്ങളേക്കുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്നതിലൂടെ അവിടുന്ന് സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്താൽ ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാണ്. എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിന് ഞാൻ സ്നേഹത്തോടും കുറച്ച് വിശ്വാസപരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയമായ ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്കാവും അടുത്താപത്തോടെ വിശുദ്ധിയോടും കൂടെ കർത്താവ് നൽകുകയും അവിടുത്തെ വെച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് ഇവിടെ അർപ്പിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസം വരെ സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതസ്സിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളോട്. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും സഹവാസവും ഉയരങ്ങളിലെ ഉദയവികാരവിചാരങ്ങളെ ഉയരങ്ങളിലെ അഖില കർത്താവിന്റെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വരണമേ. നിന്റെ ദാസരുടെ കുർബാനയിലേക്ക് നീ ഇറങ്ങി വരണമേ. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ അപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും കാരണമാകണമേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകനെ വിസ്മയമായ രക്ഷാപത്തെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായി നിന്റെ നാമം ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതികീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങളെ യോഗ്യരാം ഞങ്ങൾ തീർത്തും അയോഗ്യരാം സ്തുതർഹം പരിശുദ്ധം ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശ്വസിക്കാനേ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരും കൂടി ഉണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നിങ്ങൾ അടയ്ക്കാം, ഈ കാര്യങ്ങളിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഏറ്റവും അടുത്തൊരു നിമിഷമാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കാരണം ആഗ്രഹിച്ചിട്ടും സംസാരം കൂടും ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉള്ളിൽ അറിഞ്ഞും അറിയാതൊക്കെ ഏറെ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എന്നാലിതാ അവിടുത്തെ തിരിച്ചടി രക്തങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങിയാണ്. അത് തമ്പുരാനെ അറിഞ്ഞും അറിയാതെ ആഗ്രഹിക്കുന്ന നന്മ പലപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുകയും ഉച്ചയ്ക്കകത്ത് തിന്മ ചെയ്യുന്ന പ്രവണത എനിക്കുണ്ട്. യേശു അല്ല തമ്പുരാനെ എന്നോട് കേട്ട തോന്നുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുള്ള കുറവുകളായിരുന്നു. ഒരു നിമിഷം തമ്പുരാൻ്റെ തിരിച്ചുനറി നമ്മൾ പോയ തെറ്റുകളെ ഓർത്ത് മാപ്പപേക്ഷിക്കും, പാപപൂർത്തിക്കായിട്ട് അപേക്ഷിക്കും. അനുദപിക്കുന്ന പാപങ്ങളെ വിശുദ്ധീകരിക്കുന്ന കാരണയുടെ കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗരാജ്യത്തിന് അവകാശിയാകട്ടെ. അവിടുത്തെ തിരിച്ചടി രക്തങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾക്കട്ടെ. നല്ല തമ്പുരാൻ അറിഞ്ഞു പറയാതെ വന്നുപോയ
ഓരോ കുഞ്ഞു തെറ്റുകളും പോലും അവിടുത്തെ തിരുസന്നിധി നിൽക്കുമ്പോൾ പാപപ്രതിക്കാൻ അപേക്ഷിക്കാൻ ഞങ്ങളുടെ കരുണ തോന്നണം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ചേർന്ന് നമുക്കൊരു പാടാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാൻ നാഥൻ നിത്യം നിറയാം ആത്മാവാചരം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസങ്ങളുടെ സ്മൃതിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സായ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് രക്ഷിക്കണമേ. ഞങ്ങളുടെ സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിലേവരായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമസ്കരിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം മുഖത്തെ കാക്കുന്ന നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. കർത്താവേ, നിന്റെ ശരീരം രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരം രക്തം കടങ്ങൾ പ്രത്യേകം എത്തിച്ചിരുന്നു കാരണമാണ്.
നിത്യപൂർവ്വനായ ഈശോ അങ്ങേ ദാസന്മാരോടേക്ക് ഞങ്ങളെ അബദ്ധപ്പെടാതെ അങ്ങേ തിരുവനന്തപുരമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോടെടുക്കുക അവരുടെ കരങ്ങളിൽ മലിമാകാരണമേ അങ്ങേ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ പ്രവർത്തനത്തിനെ മഹനീയത വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥനം നടത്തണമേ അങ്ങയുടെ കൂടെ അറിയിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമാകട്ടെ അവരുടെ ശുശ്രൂഷകളും ഇടത്തിലായ ആനന്ദവും ആശ്വാസവും പരത്തിൽ സഹോദരങ്ങളുമായി തീരട്ടെ ലോകരക്ഷകനായ ഈശോ അങ്ങേ കൊണ്ടുവന്നിരിക്കുകയും ശുശ്രൂഷകളെ സ്വീകരിക്കണമേ കർത്താവേ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായവരെയും സന്യാസികളെയും അൽമായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ വൈദ്യരാജ്ഞിയായ മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ പരിശുദ്ധാത്മാക്കൾ വാർത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവനുമായ ഇരേശങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുവാൻ യോഗരപ്പെട്ട നമ്മളാർക്കും ഇവയുടെ ദാതമായ അദ്ദേഹത്തിന് സ്ത്രീയും കുറ്റത്തെയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ കർത്താവായ ദൈവം സ്വതന്ത്രവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കരുണ പറഞ്ഞ് ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മകനീയമായ തൃത്വത്തിന് സ്തുതി ബഹുമാനം ഹൃദയമാരാധന നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്വതന്ത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാനകൾ നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായ ദാനവും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ നീക്കും. സ്വലോകത്തിൻ ദൈവം നമ്മിൽ വിളിച്ചല്ലോ അക്ഷയ സംഭവമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനെ ഞാൻ നിശ്ചയമാ വിധിയിൽ വീഴാതെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും നിത്യായുസ്സവനീകും ഞാൻ നാഥനെ ചെയ്തു. നമ്മുടെ ജീവിത പാതകളിൽ
ജീവൻ നൽകും ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാക്കിവരെയും ദൈവം വരനികച്ചൊരിയത്തെ കുരിശടയാളം വഴിയാവുന്ന സംരക്ഷിതരായി മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പ്രിയമുള്ളവരെ, നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹത്തെ നന്ദി പറയുന്ന നൊവേനയുടെ അവസാനത്തെ ദിവസമല്ലേ ഇന്ന്. നൊവേനയ്ക്ക് നിയോഗം നൽകിയിരിക്കുന്നത് വർഗീസ് കൈനിക്കര, OJ ആന്റണി ഓടനാട്, സിബി ജോൺ നെടുമ്പറമ്പിൽ, ഡെൽവിൻ തോമസ് കോട്ടക്കേരി, ജിതിൻ അൻസിനി അഞ്ചേരിവെളി, നിഷിത ഹെൻറി അത്തിപ്പടിയിൽ, ജെ തോമസ് നെടുമ്പറമ്പിൽ, റോയി തൈക്കൂട്ടത്തിൽ, കുര്യൻ പുതുശ്ശേരി തിരുവനന്തപുരം, സേവർ PT പുതിയ കണ്ണപുരത്ത്, ജോവാന ആൻഡ് ജെറമിയ മാർട്ടിൻ, ആന്റണി കുടീന്ദ്ര എന്നിവരാണ്. ഇവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധാത്മാവേ നീയേഴും പിതാവായ ദൈവമേ, പ്രിയപ്പെട്ടവരെ ഞങ്ങളെ രക്ഷിക്കുകയും സദാ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അവരുടെ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ കണ്ടതോടെ വിശ്വപ്രാർത്ഥിച്ചവരുടെ സഹായ സാക്ഷ്യത്തെ ആശ്രയിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദയാപൂർവ്വം കേൾക്കണമേ. സുവിശേഷ ഉപദേശങ്ങളനുസരിച്ച് ജീവിച്ച വിശുദ്ധരെ പിന്തുടരുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എതിർക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. നീതിമാന് ഒരു ഭംഗവും വരികയില്ല, അവന്റെ സ്മരണ എന്നും നിലനിൽക്കും. കർത്താവിനെ അവകാശമാക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. നിരവധി അനർത്ഥങ്ങളുണ്ടാകും, എങ്കിലും അവന് അപകടമുണ്ടാകാതെ കർത്താവ് സംരക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമം ലോകമെങ്ങും വിശിഷ്യ ഭാരതത്തിലും പ്രചരിപ്പിക്കുന്നതിനായി നിരവധി ക്ലേശങ്ങളും പ്രതിബന്ധങ്ങളും സഹിച്ച വിശുദ്ധ ഫ്രാൻസിസിനെ മനുഷ്യരെല്ലാവരും ദൈവമക്കളാണെന്നറിഞ്ഞ് അന്യോന്യം സ്നേഹിച്ച് സമാധാനത്തിനും അനുരഞ്ജനത്തിനും ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.
ജീവിത ക്ലേശങ്ങളാൽ ആകുലരാകുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകി ജീവിതം ധന്യമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അനവരതം അനുഗ്രഹിച്ച ദൈവത്തോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ അവൻ എന്ത് പ്രയോജനം എന്ന് ചിന്തിച്ച് ലോകമഹിമകളുടെയും സന്തോഷങ്ങളെയും പരിത്യജിച്ച വിശുദ്ധനെ പോലെ സുവിശേഷ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥനാക്രമങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്യരെ പഴിക്കാതെ വിധിക്കാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യസ്ഥിതി മനസ്സിലാക്കുവാൻ ദുഷ്ടാത്മാക്കളെ എന്ന് കരുതി ലോകം പരിത്യജിച്ച സഹോദരങ്ങളിൽ പോലും നന്മയുടെ അംശങ്ങൾ കണ്ടെത്തി അവരെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമെന്ന് ഹൃദയപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവജന്മാരെ ക്രിസ്തുനാഥന്റെ സദ്വാർത്ത അറിയിച്ച് വിനീതനായി തിരുവീതികളിലൂടെ നടന്നുപോയ വിശുദ്ധന്റെ അനുകരിച്ച് നിത്യജീവന്റെ വചന പ്രഘോഷണ ദൗത്യം നിർവഹിക്കുവാൻ ഞങ്ങളും ധാരാളം പ്രേക്ഷിതരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കും, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാൽ ചെയ്ത ദിവനാഥ, ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ആധ്യാത്മികവുമായ എല്ലാ അഭിലാഷങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ജീവിതത്തെ ആദ്യമേ തന്നെ ദൈവരാജ്യം അന്വേഷിക്കുവാനും അവിടുത്തെ സ്നേഹപരിപാലനം ആശ്രയിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്ന പിതാവേ, അവിടുത്തെ ഹിതാനുസൃതം ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളണമേ. മിശിഹാനാഥ, അവിടുത്തെ തിരുശുദ്ധം ഞങ്ങൾ അനുവദമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേദാസനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഉത്തമമാഗ്രഹിച്ച് മായാമോഹനമുണ്ടായി വിശ്വാസ സത്യങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ ക്ഷമാപൂർവ്വം സഹിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. മരണം വഴി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മാനസികവും ശാരീരികവുമായ രോഗങ്ങളാലും വാർദ്ധക്യത്താലും കഷ്ടപ്പെടുന്നവരെ സമാശ്വസിപ്പിക്കണമേ. സത്യമന്വേഷിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് പ്രകാശമാകണമേ. കുടുംബങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിലും മാതാപിതാക്കന്മാർ നൽകണമേ. ദമ്പതിമാരെ നിർമ്മല സ്നേഹത്തിൽ ബന്ധിപ്പിക്കണമേ. യുവതികൾക്ക് സത്യത്തിന്റെ പാതയിൽ ചരിക്കുവാനുള്ള അർപ്പണബോധവും ദൈവപ്രകാശവും പ്രദാനം ചെയ്യണമേ. ബാലികാമാരെ ലക്ഷ്യബോധത്തിലും സൽസ്വഭാവത്തിലും ആത്മവിശ്വാസത്തോടെ വളർന്നുവരുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ നാമം സദാ വാഴ്ത്തപ്പെടട്ടെ. ലോകം മുഴുവനും ശിക്ഷിച്ച ഞങ്ങളുടെ മാതൃഭൂമിയിലും അങ്ങേ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കട്ടെ. എല്ലാ ജാതിജനങ്ങളും സ്നേഹത്തിലും സാമൂഹികത്തിലും പരസ്പരം താങ്കളോട് ജീവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ ദൈവങ്ങൾ സമർപ്പിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങേ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടി അങ്ങേ അനുഗ്രഹിക്കുന്ന ദാസനായ സേവ്യറിനെ അനുസ്മരിച്ച് വിനീതരായി ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമൃദ്ധനാകണമേ. ഞങ്ങൾ പ്രത്യാശയോടെ അപേക്ഷിക്കുന്ന അനേകാനുഗ്രഹം നൽകുവാൻ അവിടെ തിരുമനസ്സാകുകയും ചെയ്യണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വിവരങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ദൈവത്തിന്റെ പൈതൃകമായ പരിപാലനം എന്നും നിങ്ങളിൽ സന്നിധനാകട്ടെ. കുരിശിന്റെ മാർഗത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ വിശുദ്ധനെ പ്രബോധനാക്കിയ പരിത്രാണകനായ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ നീർച്ചാലുകളിൽ നിലനിൽക്കട്ടെ.
സുവിശേഷമാർഗം വിശ്വസ്തയോടെ പിന്തുടരുവാൻ സഹായിച്ച പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മൾ ലതീജ് പാടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ആ രണ്ട് നിരയായിട്ട് ചെറിയ ഒരു പ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങുകയാണ്. പ്രദക്ഷിണ വഴി നമുക്ക് നമ്മുടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയാണ്. പ്രദക്ഷിണ വഴി കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രദക്ഷിണ വഴിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കണം. പ്രദക്ഷിണ വഴിയിൽ കുറച്ച് കല്ലും മുള്ളൊക്കെ ഉണ്ടാകും. എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വേണം പ്രദക്ഷിണത്തിന് ഇറങ്ങാനായിട്ട് കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പ്രദക്ഷിണം ഇറങ്ങുകയാണ്. നമ്മൾ പ്രദക്ഷിണം ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ആ കുരിശടി, ചെറിയ കുരിശടി ചുറ്റിയിട്ട് പള്ളിയുടെ പുറകുവശത്തൂടെ പോയി നമ്മുടെ പള്ളിമേടയുടെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്ന് കയറുന്നതായിരിക്കും. കുറച്ചൊക്കെ നമ്മൾ വഴി ഒരുക്കിയിട്ടുണ്ട്, അനുസരിച്ച് പോവുക. ഒരു 5-6 കുടയും അതുപോലെ തന്നെ കുരിശുമൊക്കെയാണ് നമ്മൾ എടുക്കുന്നതുള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പ്രദക്ഷിണത്തിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായിട്ട് സഹകരിക്കുക. ഇപ്പോൾ ലതീജ് പാടുമ്പോൾ കുട്ടികളും എല്ലാവരും പുറത്തേക്ക് 2 നിരയായിട്ട് ഇറങ്ങുക. ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് എല്ലാവരും 2 നിരയായിട്ട് പുറത്തേക്ക് ഇറങ്ങുക.
ലോകത്തിൻ പാവങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പ്രേക്ഷിത മധ്യസ്ഥനായവരേ, ഞങ്ങൾ സർവം ത്യജിച്ചു നീ മാതൃകയാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ, പ്രേക്ഷിത മധ്യസ്ഥനായവരേ, ഞങ്ങൾ
കർത്താവേ, തൃത്വത്തിന്റെ നിഗൂഢമായ സത്യം അനന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മറിയൂസേപ്പിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രത്യേകമായി വിശുദ്ധ ഫ്രാൻസിസ്യവരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളെ സംബന്ധിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശ്വരമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഫ്രാൻസിസ്യരുടെ മധ്യസ്ഥം വഴി നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും നിക്ഷേപിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചത് ബഹുമാനപ്പെട്ട ബിബിൻ കുരിശിതറ അച്ഛനാണ്. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി ഇന്ന് വചനം പങ്കുവെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ അച്ഛനാണ്. ജോമോൻ അച്ഛനും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഞാൻ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നാളെ തിരുനാൾ ദിവസം, നാളെ രാവിലെ 7 മണിക്ക് നമുക്കൊരു കുർബാന ഉണ്ടായിരിക്കും. നാളെ കുർബാനയ്ക്ക് വരേണ്ടത് 5 യൂണിറ്റിൽ അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. 10 മണിയുടെ കുർബാനയ്ക്ക്, തിരുനാൾ കുർബാനയ്ക്ക്, നാളെ 2 കുർബാനയ്ക്കുമായി എനിക്ക് തോന്നുകയാണ് എല്ലാവർക്കും വരാം. 5 യൂണിറ്റായിട്ട് 10 മണിയുടെ കുർബാനയ്ക്ക് വരിക, 2 കുർബാനയ്ക്കുമായിട്ട് എല്ലാവരും വരാനായിട്ട് പരിശ്രമിക്കുക. നാളെ 7 മണിയുടെ കുർബാന കഴിയുമ്പോൾ മുതൽ വിശുദ്ധ രൂപം വന്ദിക്കുവാനും അതുപോലെ അമ്പ എഴുന്നള്ളിക്കുവാനുമുള്ള സൗകര്യമുണ്ടായിരിക്കും. 7 മണിയുടെ കുർബാന കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധ രൂപം നമ്മുടെ മോണ്ടലത്തിലേക്ക് എടുത്തു വയ്ക്കും. അതിനുശേഷം നമുക്ക് വിശുദ്ധ രൂപം വന്ദിക്കാനും അമ്പ് എഴുന്നള്ളിക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അടിമ വയ്ക്കാനുള്ള സൗകര്യം 10 മണിയുടെ കുർബാനയ്ക്ക് ശേഷമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ആ സമയം നോക്കി നിങ്ങളുടെ സമയം അനുസരിച്ച് വരിക. 10 മണിയുടെ കുർബാനയ്ക്ക് ശേഷമുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഇടുന്നതായിരിക്കും. അത് അനുസരിച്ച് പിന്നെ വണങ്ങാനായിട്ട് ഓരോ യൂണിറ്റിനും സമയക്രമം നമ്മൾ ചെയ്യുക. 3 മണിക്കായിരിക്കും നമ്മുടെ കൊടിയിറക്ക് തിരുനാളിൻ്റെ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നൊവേന ഏറ്റെടുത്ത് നടത്തിയവർക്കും മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധന് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് അപേക്ഷിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.